എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം ഈ സംഭവം ഇന്നൊരു ചർച്ചാ വിഷയമായിട്ട്, ലോകത്തിൻ്റെ മൊത്തം ഒരു ചർച്ചാ കേന്ദ്രമായിട്ട് ഇന്ന് ഇസ്രായേൽ ഇറാൻ മധ്യേഷ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലരും പലതരത്തിലുള്ള പ്രവചനങ്ങളുമായിട്ട് വരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഇത് ലോകത്തിൻ്റെ അവസാനമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, 2030 ലോകം അവസാനിക്കുമെന്ന് ഒരു വിരുദ്ധൻ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, ലോകം ഇത് അവസാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് പറയുക, അന്ത്യനാളുകൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സ്വന്തം വയറിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പലതും പറയുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, പ്രവചനങ്ങൾ പലതരത്തിൽ പറയുന്ന ആളുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? എന്താണ് യഥാർത്ഥത്തിൽ അന്ത്യകാലത്തിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തിന് മുമ്പായിട്ട് ഈ ലോകത്ത് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് ബൈബിൾ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ അടിസ്ഥാനമില്ലാത്ത പ്രവചനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങളിലൊന്നും ചെന്ന് ചാടേണ്ടെന്ന ഒരാവശ്യവും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇന്നലെയോ മിനിങ്ങാന്നോ റൂമിൽ വന്ന് കർത്താവ് ഫോൺ വിളിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ദൈവം അറിയിച്ചു എന്ന് പറയുന്ന രീതിയിൽ വന്ന് പറയുന്നതോ ആയിട്ടുള്ള ഇത്തരം തട്ടിപ്പ് പ്രഖ്യാപനങ്ങളോ പ്രവചനങ്ങളോ ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമില്ല. കാരണം എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ഈ ലോകം അവസാനിക്കുക, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാവുക എന്നുള്ളത്, എന്താണ് ലോകത്തിൻ്റെ അന്ത്യം, വാട്ട് ഈസ് ദ വേൾഡ് വെൻ ഓർ ഹൗ വേൾഡ് എൻഡ്സ്, എപ്പോൾ ലോകം അവസാനിക്കും, ഓർ വാട്ട് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്, എന്താണ് ലോകത്തിൻ്റെ അവസാനം എന്നുള്ളത് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ലോകാവസാനത്തിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ പോയിൻ്റ് വൈസായിട്ട് നമ്മൾ ചിന്തിക്കും. അതിൽ പലതും സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പലതും പൂർത്തിയായിട്ടുണ്ട്, ചിലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇനിയും കാലങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ലോകം അവസാനിക്കാൻ പോകുന്നത്. ബൈബിള് പറഞ്ഞിട്ടുണ്ട്. ബൈബിള് ലോകത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും, ലോകത്ത് സംഭവിച്ചിട്ടുള്ള മേജറായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും പ്രവചനം നടത്തുകയും അതിൽ ഭൂരിഭാഗം നിവർത്തിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിൽ എന്താണ് ലോകത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതും കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ബൈബിൾ പരമായിട്ട് പറഞ്ഞിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെന്തെല്ലാം നിറവേറി, അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ്, ആ യുദ്ധം ശരിക്കും ഈ പ്രവാചകന്മാർ പറയുന്നത് പോലെ, ആധുനിക കാലഘട്ടത്തിലെ സോക്കോൾഡ് പ്രവാചകന്മാർ പറയുന്നത് പോലെ ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ആരംഭവും ലോകത്തിൻ്റെ അവസാനമൊക്കെ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കും. എന്താണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഭാവി ആസ് പെർ ദ ബൈബിൾ എന്താണോ പറയുന്നത് അത് പ്രകാരം ഇസ്രായേലിൻ്റെ ഭാവി എന്താണ്, ഇസ്രായേലിനെ കാത്തിരിക്കുന്ന എൻഡ് എന്താണ്, അതെന്താണെന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കും. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ പോയിൻ്റ് വൈസായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ഡെപ്തായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് ഇൻക്രീസ് ഇൻ വാർ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നാണ്. അതായത് യുദ്ധങ്ങൾ ധാരാളമായിട്ടുണ്ടാകുകയും പ്രകൃതി ദുരന്തങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുകയും ചെയ്യും. ഇത് ആദ്യത്തെ ഒരു ലക്ഷണമായിട്ട് പറയുന്നൊരു കാര്യമാണ്. യുദ്ധങ്ങൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായതൊന്നുമല്ല. യുദ്ധങ്ങൾ ലോക ചരിത്രത്തിൽ പണ്ട് മുതലേ യുദ്ധങ്ങളുണ്ട്. അലക്സാണ്ടറും നെപ്പോളിയനും എല്ലാം ലോകം മൊത്തം സഞ്ചരിച്ച് രാജ്യങ്ങളെ കീഴടക്കിയ കാലഘട്ടം, അതിന് മുമ്പേയും ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ലോകം മുഴുവനായിട്ട് നിന്ന ഒരു ഗ്ലോബൽ കോൺഫ്ലിക്ട്സുകളാണ്, ലോകം മൊത്തം ഉണ്ടായിരുന്ന യുദ്ധങ്ങളാണ്. അപ്പോൾ യുദ്ധങ്ങളെന്നുള്ളത് പുതുമയല്ല, ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, 1000 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിൽ യുദ്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള യുദ്ധങ്ങൾ ഒന്നാമത്. രണ്ടാമത് പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുകൾ, പ്ലേഗുകൾ പോലെയുള്ള സാധനങ്ങൾ, ഫെമീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
അപ്പം അതിനകത്ത് ഒന്നാമത്തെ പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം ഇതും ആദ്യമായിട്ട് തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. ലോകമുണ്ടായ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ഏര മുഴുവൻ പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുകൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചകൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. സുനാമികൾ ഉണ്ടായിട്ടുണ്ട്, പ്ലേഗുകൾ. നമുക്കറിയാം യൂറോപ്പിലും ഒക്കെ ആകമാനം ഉണ്ടായിരുന്ന കറുത്ത മരണമായിട്ടുള്ള എന്നറിയപ്പെട്ടിരുന്ന പ്ലേഗ് എത്ര മില്യൺ ആൾക്കാരെയാണ് കൊന്നൊടുക്കിയതെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാം. മാത്രമല്ല ഇന്ത്യയിലും ബംഗാളിലൊക്കെ ഉണ്ടായിരുന്ന ഫെമിൻസ്, ക്ഷാമം, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പട്ടിണി മൂലം മരിച്ചത്. അപ്പം നാച്ചുറലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സുകളും ഹിസ്റ്ററിയിലുണ്ട്, യുദ്ധങ്ങളും ഹിസ്റ്ററിയിലുണ്ട്. മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്ന പോലെ കോവിഡ് പോലെയൊക്കെ പോലെ ലോകം മൊത്തം ബാധിക്കുന്ന സംഭവങ്ങളെല്ലാം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഇതിന് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കെയിലിലല്ല ഇപ്പം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭൂഖണ്ഡത്തെയോ ഒരു പ്രത്യേക രാജ്യത്തെയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളെയോ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു യുദ്ധങ്ങളെല്ലാം വന്നിരുന്നെങ്കിൽ ലോകം മൊത്തം ഒരു ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. ഈവൻ വേൾഡ് വാറിൽ പോലും ലോകം മൊത്തം ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ കാലം മുമ്പോട്ട് പോയി. ഇപ്പം ടെക്നോളജി വളരെയധികമായിട്ട് വളർന്നു. ഗ്ലോബലി ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ലോകം മുഴുവൻ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം മൂന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം അതിനേക്ക് ചെല്ലുന്ന ധാരാളം പ്രശ്നങ്ങൾ ഇപ്പം റഷ്യയും യുക്രൈനുമായിട്ടാണെങ്കിലും ഇറാനും ഇസ്രായേലും അല്ലെങ്കിൽ ഇസ്രായേലും സമീപത്തിലുള്ള സറൗണ്ടിങ് കൺട്രീസായിട്ടാണെങ്കിലും ലോകത്തിൽ ഇപ്പോൾ ഈവൻ പാകിസ്ഥാൻ, ഇന്ത്യ പോലും യുദ്ധത്തിനോടുള്ള ഒരു കൂടുതലായിട്ട് നമ്മളിപ്പം പഴയതിനെ പോലെയല്ല, നമ്മൾ വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മാത്രമല്ല ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ലോകം മൊത്തം നശിക്കപ്പെടുന്ന അത്തരത്തിലുള്ള ആയുധങ്ങൾ, ആണവായുധങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പക്കലുള്ളത് കൊണ്ട്, ടെക്നോളജി ഉള്ളതുകൊണ്ട്, ലോകത്തിൽ എവിടെയും ചെന്നെത്താൻ സാധിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ, ഇതൊന്നും ആദ്യത്തെ 1-2 വേൾഡ് വാറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ലോകം പരക്കെ പോകാവുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികൾക്കും പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈവൻ യൂറോപ്പിലെല്ലാം പ്ലേഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏഷ്യ മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ ലോകം മൊത്തം ബാധിച്ച ഒരു പ്ലേഗ് കോവിഡ്-19 നമ്മൾ കണ്ടു. സോ ഇതൊക്കെ ഒരു സൂചനയാണ്. അതായത് ബൈബിൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ച ഒരു ലക്ഷണങ്ങളല്ല. ഇത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അത് ഈ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്കത് കണ്ടാൽ അറിയാം. ഒരു 2000-ന് ശേഷം അത് ഗ്ലോബലി ലോകം മുഴുവനായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ എന്തിനോടോ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് പെടുത്താൻ പറ്റുന്നതും ബൈബിൾ പറയുന്ന ഒരു കാര്യവുമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്നുള്ളത്. അത് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. ഞാനതൊന്ന് വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അതായത് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും. നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ക്ഷാമം ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും. നമുക്കറിയാം ഭൂകമ്പവും എർത്തുക്വേക്സൊക്കെ ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാദ്യമേ ലോകത്തിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് 1000 വർഷങ്ങൾക്ക് മുമ്പേ ഇത് ലോകത്തിലുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ലോകത്തിൻ്റെ പോക്കൊന്ന് ചിന്തിച്ച് നോക്കി. മൊത്തത്തിൽ മാറി മറിഞ്ഞ് ഒരു പ്രശ്നം മാത്രമല്ല ഉള്ളത്. ഒരിടത്ത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ഭൂകമ്പം നടക്കുന്നുണ്ട്, മറ്റൊരിടത്തൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തം നടക്കുന്നത്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരണം. വെച്ചാൽ ഭൂമി ഒരു ഇൻസ്റ്റേബിൾ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ, ഭൂമിക്ക് ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് എന്ന് വിചാരിച്ച് ഇതും ഒരിക്കലും നാളെ ലോകം അവസാനിക്കാൻ പോകാൻ അല്ലെങ്കിൽ 3 വർഷത്തിൽ 5 വർഷത്തിൽ ലോകം അവസാനിക്കാൻ പോകുന്നതിന് ഒരു ലക്ഷണമല്ല. കർത്താവ് പറഞ്ഞതുപോലെ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അതായത് എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായി എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസ്, നാച്ചുറൽ വാർസ് ആൻഡ് നാച്ചുറൽ വാൾസ് അല്ല, നാച്ചുറൽ കലാമിറ്റീസുകൾ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്ലേഗുകൾ അല്ലെങ്കിൽ മറ്റുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന കോവിഡ്-19 പോലുള്ള സംവിധാനങ്ങളെല്ലാം ഇതെല്ലാം ഏതോ മഞ്ഞുമല ഉരുകുന്നതിൻ്റെ ഏറ്റവും ടിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഡെപ്തിലേക്ക് പോയിട്ടില്ല. അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത്
മോറൽ ഡീക്കേ ആൻഡ് ഗോഡ്ലെസ്നെസ് എന്നാണ്. അതായത് മോറൽ വാല്യൂസുകളില്ലാത്ത സ്വസ്നേഹികളായിട്ടുള്ള ആളുകൾ വർദ്ധിക്കുകയും ദൈവത്തെ ആവശ്യമില്ലാത്തൊരു സമൂഹം വർദ്ധിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ്. അതായത് ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളുടെ മോറൽ വാല്യൂസിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങൾ വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള ഒരു മോറൽ വാല്യൂ അല്ല ഇന്ന് ആൾക്കാർക്കുള്ളത്. ഇന്ന് മക്കളെ പുഴയിലെറിഞ്ഞു കൊല്ലുന്ന അമ്മമാർ, മക്കളെ തലക്കടിച്ച് കൊല്ലുന്ന അമ്മമാർ, അപ്പനെയും അമ്മേനെയും തല്ലിക്കൊല്ലുന്ന മക്കൾ, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, എന്തെന്നറിയാതെ 10, 12, 14 വയസ്സിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന ബാല്യങ്ങൾ, പീഡനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യൻ്റെ ക്രൂരത കുറച്ചും കൂടി, മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി ക്രൂരമായ ഒരു ലെവലിലേക്ക് വരികയാണ്. ഈവൻ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പോലും, ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ പോലും നമ്മൾ ഡെയിലി പത്രങ്ങളെടുത്ത് വായിച്ചാൽ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസം വന്നിരിക്കുന്നത്. അത് ആദ്യമേ അങ്ങനെയല്ലായിരുന്നു. കുറച്ചും കൂടെ ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് മുമ്പ് വരെ. ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയെല്ലാം ആളെ പറയിപ്പിക്കാൻ വേണ്ടി സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും ഇത്ര അഗ്രസീവായിട്ടുള്ളൊരു ജനറേഷൻ ഉണ്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം, പുതിയ ജനറേഷൻ എത്ര അഗ്രസീവാണ് കാര്യങ്ങൾ ചിന്തിക്കുകയും അടിക്കടി ഇടിക്കിടി ക്ഷമിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു താല്പര്യമില്ലാത്തൊരു ജനറേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ്, മോറൽ വാല്യൂസിന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിയായിട്ട് കാണാനോ, കൂട്ടുകാരിയായിട്ട് കാണാനോ, അല്ലെങ്കിൽ മോറലായിട്ട് അപ്പനെ അമ്മയായിട്ട് കാണാനോ, മക്കളായിട്ട് കാണാനോ സാധിക്കാത്ത ഒരു മോറൽ വാല്യൂസിന് ഉണ്ടാകുന്ന ഒരു വലിയ ഇടിവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വസ്നേഹികളായിട്ട് മാറുകയാണ് ആൾക്കാർ. സ്വന്തം സ്നേഹം, പണത്തോടാണ് ഇപ്പോൾ സ്നേഹം. അത്യാഗ്രഹം കൂടി വരുന്ന മനുഷ്യർ വളരെയധികം. കാരണം പണമില്ലെങ്കിൽ ഇനി ഒന്നുമില്ല. സ്നേഹത്തിന് വിലയില്ലാത്ത, വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. മാത്രമല്ല, ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. ഈ നിരീശ്വരവാദികൾക്ക് ഇപ്പോൾ ധാരാളം മാർക്കറ്റ് ഉണ്ട് സ്വാഭാവികമായിട്ട്. അവർക്ക് മാർക്കറ്റ് വേണം. കാരണം ഒരു ക്രിസ്ത്യാനിയായ, ഒരു ക്രിസ്തുവിശ്വാസിയായ, ദൈവത്തിൻ്റെ വരവ് കാത്തിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ്. കാരണം അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന് വരാൻ വേണ്ടിയിട്ടുള്ള ഡോറുകളാണ് ഇവരിവിടെ വന്ന് ഈ നിരീശ്വരവാദം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭൂരിഭാഗം, ഒരു 90% ക്രിസ്ത്യൻസ്, ഞാൻ മറ്റുള്ളവരെ ആരെയും പറയുന്നില്ല, ക്രിസ്ത്യനായ ക്രിസ്തുമത വിശ്വാസികൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദികളായി മാറുകയുള്ളൂ. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ട് സംഭവിക്കേണ്ടുന്ന കാര്യമാണ്. കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ഉറപ്പായിട്ടും ഇവരെ വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിഷമവും വരണ്ട. ഇത് ദൈവത്തിൻ്റെ പ്രൊഫസി പ്രകാരം അല്ലെങ്കിൽ ദൈവവചനത്തിലെ പദ്ധതി പ്രകാരമാണ് നിരീശ്വരവാദികൾ ഇന്ന് ശക്തിപ്പെടുകയും ഒരു നല്ല കൂട്ടം ചെറുപ്പക്കാർ, അതായത് ധാരാളം ചെറുപ്പക്കാർ ഇന്ന് നിരീശ്വരവാദികളായിട്ട് മാറുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ധാരാളം കാര്യങ്ങൾ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ധാരാളം കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അത് കേട്ട് വിശ്വസിക്കുന്ന ഒരു വലിയ തലമുറ അതിനിയും വരണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് എൻഡ് ടൈമിൻ്റെ അടുക്കണമെങ്കിൽ സംഭവിച്ചേ മതിയാക്കിയുള്ളൂ. അപ്പോൾ നിരീശ്വരവാദം വളരെയധികം ശക്തമായിട്ട് ഈ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവർ ഇനിയും കൂടുതലായിട്ട് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ലോകത്തിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്താത്ത ഒരവസ്ഥയിലേക്ക് വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനികളായിരിക്കുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ചെയ്യുന്ന മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വളർച്ച താഴേക്ക് പോയിക്കൊണ്ട് ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന മതം ക്രിസ്ത്യനാണ്. അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 90-99% ക്രിസ്ത്യാനികൾ നിരീശ്വരവാദികളായിട്ട് മാറും എൻഡ് ടൈമിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ മോറൽ വാല്യൂ സകലതും നഷ്ടപ്പെടും. ഇന്ന് കാണുന്നതല്ല, ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഒരു മഞ്ഞ് പോയിൻ്റ് ടിപ്പിൽ, ഒരു എൻഡിൽ ഉരുകുന്നതാണ്. ഇന്ന് ഒരു മോറൽ വാല്യൂം ഇല്ലാത്തൊരു സമൂഹവും ജനറേഷനും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കപ്പെടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തെ മാത്രം സ്നേഹിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന, യാതൊരു വിധത്തിലുള്ള മോറൽ വാല്യൂം ഇല്ലാത്തൊരു സമൂഹം നമ്മുടെ എല്ലാ നാട്ടിലും കേരളത്തിലടക്കം ഉണ്ടാവും. മാത്രമല്ല ഒരുത്തരും ദൈവത്തിൽ വിശ്വസിക്കില്ല. 99% ആളുകളും നിരീശ്വരവാദികളായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എസൻസ് ഗ്ലോബൽ പോലെ നിരീശ്വരവാദ ഗ്രൂപ്പുകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. അവർ വളരേണ്ട അത്യാവശ്യമാണ്. എന്നാൽ ദേ ആർ ഓപ്പണിംഗ് ദ ഡോർസ് ഫോർ ദ ഗോഡ് എന്നാണ്. ഗോഡിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് അവൻ്റെ വരവിന് വേണ്ടിയിട്ട് അവരാണ് വാതിലുകൾ തുറക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അത് രണ്ടാമത്തെ
ഒരു ലക്ഷണമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അങ്ങനെ ഒരു ലിസ്റ്റ് പറയുക. അതായത് മോറൽ വാല്യൂസുകളൊന്നും ഉണ്ടാവില്ല. ദൈവത്തെ അറിയാത്തവരായിരിക്കും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിരിക്കും, സകല വിധത്തിലും ദിവ്യാഗ്രഹികളായ സ്വസ്നേഹികളായ ഒരു ടോട്ടലി വേസ്റ്റായ അല്ലെങ്കിൽ ടോട്ടലി സീറോ ആയ ഒരു ജനറേഷൻ നമ്മുടെ ഇടയിൽ ഇനിയുള്ള നെക്സ്റ്റ് 2 or 3 ജനറേഷനുള്ളിൽ നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ 2ാമത്തെ ലക്ഷണമായിട്ട്. ദൈവം വരുന്നു, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ 2ാമത്തെ ലക്ഷണമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം. 3ാമത്തെ ലക്ഷണമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പെർസിക്യൂഷൻ ഓഫ് ക്രിസ്ത്യൻസ് ആണ്. അതായത് ക്രിസ്ത്യാനികൾ ലോകമെമ്പാടുമായിട്ട് വളരെയധികം പ്രോസിക്യൂഷനിലൂടെ, വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് 3ാമത്തെ സംഭവം. ഇന്ന് പലരും പറയുന്നുണ്ട് നാളെ ലോകം അവസാനിക്കും, നാളെ കഴിഞ്ഞ് ലോകം അവസാനിക്കും, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളല്ല. ഇല്ലല്ല, ലോകം അവസാനിക്കാൻ കുറച്ചും കൂടെ സമയമെടുക്കും. കാരണം ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കപ്പെടുന്നില്ല. കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കപ്പെടുന്നുണ്ട്? ക്രിസ്ത്യൻസിന് സേഫായിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ന് ലോകം എമ്പാടുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നൈജീരിയ അല്ലെങ്കിൽ പല ആഫ്രിക്കൻ കൺട്രീസുകളിലെല്ലാം ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ലോകം മുഴുവനായിട്ടൊരു ഗ്ലോബലി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ, ലോകം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ എവിടെയും സംഭവിച്ചിട്ടില്ല. പക്ഷേ അന്ത്യകാല സമയത്ത് ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ, അത് കേരളം എന്ന് വേണമെന്നില്ല, ഇന്ത്യ എന്നില്ല, അമേരിക്ക എന്നില്ല, ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ടുള്ള മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ UK യോ ബ്രിട്ടനോ ഫ്രാൻസോ ഒന്നുമല്ല, എല്ലാ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ വളരെയധികം രീതിയിൽ പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടേണ്ടി വരും. ക്രിസ്ത്യാനികളെ ധാരാളം കൊന്നൊടുക്കും. ക്രിസ്ത്യാനികൾ പലരും, ഒരു 90% ആൾക്കാർ നിരീശ്വരവാദത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മതം വിട്ടു പോകുന്ന ഒരു കാഴ്ച വരും. അങ്ങനെ ലോകം മുഴുവൻ വിശ്വാസമില്ലാത്ത, ക്രിസ്ത്യാനികളില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഗ്ലോബലി മൊത്തം ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ചില സ്ഥലങ്ങളിലെല്ലാം അതിനുള്ള ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ലോകം മൊത്തം സ്റ്റാർട്ട് ചെയ്യും. ലോകം മൊത്തം ക്രിസ്ത്യാനികൾ പീഡിക്കപ്പെടും, കൊല്ലപ്പെടും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ലോക അവസാനം ആരംഭിക്കുക എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരംഭിക്കും എന്നുള്ള പേടി വേണ്ട. പക്ഷേ ഇത് സംഭവിക്കും. ഇന്ന് സേഫായിട്ട് ക്രിസ്ത്യാനിയാന്ന് പറയുന്ന നമ്മളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഒരുപക്ഷെ ജീവനും കൈ പിടിച്ചുകൊണ്ട് ഓടേണ്ടുന്നൊരു കാലഘട്ടമുണ്ടാവും. അന്നായിരിക്കും യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അവസാനം ആരംഭിക്കുക എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അതിന് ഒരു വാക്യം കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അതും ഒരു വാക്യമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10 വരെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നതാണ്. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ദൈവത്തോട്, കർത്താവായ യേശുക്രിസ്തുവിനോട് എന്താണ് ലോകാവസാനത്തിൻ്റെ ലക്ഷണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, അന്ന് അവർ നിങ്ങളെ കൊല്ലും, പലരും അന്യോന്യം പകയ്ക്കും, ജാതികൾ നിങ്ങളെ പകയ്ക്കും, ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ പീഡിക്കപ്പെടും. ഈ ഒരു സംഭവം സംഭവിക്കുന്നത് വരെ ലോകാവസാനമാണെന്ന് യാതൊരു വിധത്തിലും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ മഞ്ഞുമലയാണ്, ഞാൻ പറഞ്ഞ മഞ്ഞുമലയുടെ അഗ്രം ഉരുകി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇത് ലോകം മൊത്തം, കേരളത്തിലും ഇന്ത്യയിലും ഈ ക്രിസ്ത്യാനികൾ സേഫാന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോലും ക്രിസ്ത്യാനികൾ ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് ഇരയായിട്ട് മാറും. അന്നാണ് ഇത് ശരിക്കും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അന്നാണെന്നുള്ളത് 3ാമത്തെ ഈ ലക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4ാമതായിട്ട് ബൈബിൾ പറയുന്ന 4ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗ്ലോബൽ ഇവാഞ്ചലിസം എന്നുള്ളതാണ്. അതായത് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കപ്പെടും എന്നുള്ളതാണ്. ഇന്ന് പലരും, പ്രത്യേകിച്ച് ബൈബിൾ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പല പാസ്റ്റേഴ്സ്, സുവിശേഷകന്മാർ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പുരോഹിതന്മാർ, ഇങ്ങനെ പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയൊക്കെ ഇത്ര വ്യാപിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പോൾ ലോകം മൊത്തം സുവിശേഷം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലോകാവസാനം വരുന്നു. ഇല്ലില്ല, അങ്ങനെ ഒരു കണക്കില്ല. എന്നാൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കുക, ലോകത്തിലെ 68% സ്ഥലങ്ങളിൽ മാത്രമേ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഉള്ളൂ.
ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും, 32 സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ലോകത്തിലെ ധാരാളം സ്ഥലങ്ങൾ ഇന്നുമുണ്ട്, ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഇപ്പം നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്സിലൊക്കെ പുറം ലോകം പോലും അറിയില്ലാത്ത മനുഷ്യർ ജീവിക്കുന്നുണ്ട്. സൈബീരിയയുടെ ഉൾഗ്രാമങ്ങളിൽ ലോകത്തിൻ്റെ ആർട്ടിക് അന്റാർട്ടിക് പോൾസിനൊക്കെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ ഗോത്ര സ്ഥലങ്ങളിലൊന്നും ഇൻ്റർനെറ്റ് ഇതുവരെ അവൈലബിലിറ്റി ആയിട്ടില്ല. മാത്രമല്ല പെറുവിലെ അല്ലെങ്കിൽ ബ്രസീലിലെ പല ഗോത്ര വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ പല ഐലൻഡുകളിലൊന്നും ഒരു ഇൻ്റർനെറ്റ് മനുഷ്യന് പോലും അതിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും ഒരിക്കലും, ഇവിടെ മനുഷ്യന്മാരുണ്ട്, ലോകം മൊത്തം ഗ്ലോബലി മൊത്തം മനുഷ്യന്മാർ സുവിശേഷം കേട്ടതിന് ശേഷം മാത്രമേ ലോകാവസാനം ആരംഭിക്കൂ എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അതായത് ഗ്ലോബൽ ഇവാഞ്ചലിസം എന്നുള്ളത് 100% ആയിരിക്കണം. ഇപ്പോൾ ഒരു 68% എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി വെച്ച് പറയാമെങ്കിൽ ബാക്കി 32% പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ലോകാവസാനം സാധിക്കൂ അല്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കൂ എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. ഞാനൊരു വാക്യം കൂടെ അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അവിടെ പറയുകയാണ് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും. ഈ ബൈബിള് ഫുൾ എന്ന് പറയുന്നത് ഫുൾ എന്ന് തന്നെയാണ് അർത്ഥം. അതായത് സകല ജാതികൾക്കെന്ന് പറഞ്ഞാൽ ഈവൻ നോർത്ത് സെൻറ്റിനൽ കിടക്കുന്ന അതായത് പെറുവിലെ ഗോത്ര വിഭാഗങ്ങൾ, മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ജാതികളിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാ ജാതി എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. ജാതി എന്ന് പറയുന്നത് തീയന്, കുറുവന്, ആ ജാതിയല്ല ബൈബിളിൻ്റെ ജാതി. ജാതി എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് കൈൻഡ് ഓഫ് പീപ്പിൾസ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ജെൻറ്റിൽസ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് തരമാവും. സായിപ്പും ജാതിയാണ്, ഇന്ത്യക്കാരനും ജാതിയാണ്, ഏത് തരത്തിലുള്ള മനുഷ്യവർഗവും ഒരു ജാതിയായിട്ടാണ് ബൈബിൾ പറയുന്നത്. അപ്പം അങ്ങനെ ലോകത്തുള്ള എല്ലാ മനുഷ്യ വിഭാഗങ്ങളും എല്ലാ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളും സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ ആ സുവിശേഷം എത്തുന്ന ഒരു അവസരത്തിൽ മാത്രമേ ലോകത്തിൽ അവസാനം ആരംഭിക്കൂ എന്നുള്ളതാണ് പിന്നീട് പറയുന്ന ലക്ഷണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5-ാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് റൈസ് ഓഫ് ദി ഫാൾസ് പ്രോഫിറ്റ്സ് ആൻഡ് പ്രൊഫസീസ് എന്നാണ്. അതുപോലെ തന്നെ സെൽഫ് ഡിക്ലെയർഡ് ക്രൈസ്റ്റ്, ഈ 2 കാര്യങ്ങളാണ്. അതായത് ധാരാളം കള്ളപ്രവാചകന്മാർ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത യേശുക്രിസ്തുക്കളും ഉണ്ടാവും. ഇതിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ധാരാളം ഫാൾസ് പ്രോഫിറ്റ്സുകൾ, കള്ളപ്രവാചകന്മാർ ഇന്ന് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. രോഗശാന്തി, രോഗശുശ്രൂഷ, മിറാക്കിൾസ് ചെയ്തുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ധാരാളം കള്ളപ്രവാചകന്മാരെ കൊണ്ട് നമ്മളിപ്പം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. ചിലർ യേശുവിനെ കോൾ വരെയൊക്കെ വിളിക്കുന്ന നമ്മൾ കേൾക്കുവാനൊക്കെ സാധിച്ചു. അപ്പോൾ ധാരാളം കള്ളപ്രവാചകന്മാർ ഇപ്പോൾ ഉണ്ട്. അത് ആ ഒരു പ്രൊഫസി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പലരും യേശുക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞ് വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ചിലർ ഞാൻ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ ഞാൻ കോൾ ചെയ്തു, യേശുക്രിസ്തു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരാളും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും എല്ലാവരും സുവിശേഷം വിറ്റ് കാശാക്കി ജീവിക്കുന്നു എന്നല്ലാതെ ആ ഒരു ക്ലെയിം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഭാവിയിൽ അതുണ്ടാവും. ഈ 2 കാര്യങ്ങളും ലോകാവസാനത്തോട് അനുബന്ധിച്ച് സംഭവിക്കേണ്ടതാണ്. അപ്പം ഇതും പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയൊക്കെ മനുഷ്യന് ബോധവും വിവരമുള്ള ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഞാൻ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വരാതിരിക്കില്ല. കാരണം അത് പ്രവചനമാണ്, സംഭവിച്ച മതിയുള്ളൂ. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് അന്ത്യ കാലഘട്ടത്തിലെ കള്ളപ്രവാചകന്മാർ എനിക്ക് രോഗം ഭേദമാക്കാൻ കഴിവുണ്ട്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അഭിഷിക്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതിനുശേഷം വരുന്നൊരു കാര്യമാണ് ഞാൻ യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടും ചില ആളുകൾ വരും. അപ്പം ഇന്ന് ആൾദൈവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആരും യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടതായിട്ട് എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം മാത്രമേ എന്ത് ഉണ്ടാവുകയുള്ളൂ, ലോകാവസാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടത് വരും എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വാക്യം കൂടെ വായിക്കാം. അതിൻ്റെ 24-ാം അധ്യായത്തിൽ തന്നെ, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ 11 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്,
കള്ളപ്രവാചകന്മാർ പലരും വന്ന് നിങ്ങളെ തെറ്റിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരികയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് കർത്താവ് പറയുന്നുണ്ട്. അതായത് കള്ളപ്രവാചകന്മാരും വരും, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേര് എൻ്റെ പേരെടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ തെറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് നമുക്കറിയാം, ഇന്ന് പല ആളുകളും കള്ളപ്രവാചകന്മാരായിട്ട് പറയുമ്പോൾ ഇവരെല്ലാം ഉടായ്പകളാണ്, ബേസിക്കലി ആളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ലോകാവസാനത്തോട് എത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ കോമൺ സെൻസ് ഉള്ള ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനികൾ പോലും, അതായത് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ പോലും, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന മാനസാന്തരപ്പെട്ട ദൈവമക്കൾ പോലും ഒരു ഭൂരിഭാഗം പേരും ഇത്തരം ആളുകളിൽ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവസാനം വിശ്വാസം നഷ്ടപ്പെട്ട് 0% അല്ലെങ്കിൽ 99% നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന കാരണം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ കൊണ്ടായിരിക്കും അത് സംഭവിക്കും. നമുക്കിപ്പോൾ അത് ചിന്തിക്കില്ല. നമ്മളിപ്പോൾ ചിന്തിക്കുമോ, ഞാൻ ഇവന്മാരെ തട്ടിപ്പൊക്കെ നമുക്കറിയാവുന്നില്ലേ നമ്മൾ ചിന്തിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ചിലപ്പം ഈ പറയുന്ന ഞാനോ അറിയില്ല, ആര് വേണമെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് ആര് വേണമെങ്കിലും അവർ തെറ്റിദ്ധരിപ്പിച്ച് മൊത്തത്തിൽ വേറൊരു ലെവലിലേക്ക്, ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിൽ നമ്മുടെ സംവിധാനങ്ങൾ മൊത്തം മാറും. ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും അവസാനം വരൂ എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. 6-ാമത്തെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് പറയുന്നത് ദ അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ എന്നാണ്. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നുള്ള ഒരു പദപ്രയോഗമാണ്. ഇത് ശരിക്കും അന്തിക്രിസ്തു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അന്തിക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ ചെയ്യുന്ന ഒരു സംഭവം, ഒരു മ്ലേച്ഛതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിച്ചിരിക്കുന്നൊരു പദപ്രയോഗമാണ്. അത് ഞാൻ തുടർന്ന് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ചൊരു ഐഡിയ, ഒരു ക്ലാരിറ്റി കിട്ടും. ഈ ദാനിയേലിൻ്റെ പ്രവചനം, നമ്മൾ ബൈബിളിൽ ദാനിയേലിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശ്വസ്ഥലത്തിൽ കാണുമ്പോൾ എന്നുള്ളൊരു വാക്യമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് ആ റെഫറൻസ് നമുക്ക് കാണുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശ്വസ്ഥലത്തിൽ കാണുമ്പോൾ അത് 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വാചകമാണ്. നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട് എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിങ്ങൾ വിശുദ്ധ സ്ഥലത്തിൽ കാണുമെന്നുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അത് ചെയ്യുന്നത് അന്തിക്രിസ്തു ആണ് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം ഒന്ന്, അന്തിക്രിസ്തു ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടില്ല. രണ്ടാമത്, ജെറുസലേം ദേവാലയം ഒരിക്കലും ഇസ്രായേലിൻ്റെ അധീനതയിലായിട്ടില്ല. ഈവൻ ഇസ്രായേലിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ജോർദാൻ ആസ്ഥാനമാക്കിയിട്ടുള്ളൊരു വഖഫ് ബോർഡാണ് ജെറുസലേം ദേവാലയം നിൽക്കുന്ന സ്ഥലം, ജെറുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ ഭരിക്കുന്നത്. അവരുടെ ഒരു ഡോം, അതായത് മോസ്ക്, അങ്ങനെ ഒരു പേരുണ്ടല്ലോ, ഡോം ഓഫ് മോസ്ക് എന്ന് പറയും. അതായത് മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട, മുസ്ലിം സഹോദരന്മാരുടെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്ന 3rd മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സൈറ്റാണ്, അതായത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിപ്പോഴും വഖഫ് ബോർഡ്, ജോർദാൻ ആസ്ഥാനമായിട്ടുള്ള വഖഫ് ബോർഡിൻ്റെ കീഴിലാണത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേം ദേവാലയം ആരംഭിക്കുകയോ പണി തുടങ്ങിയൊന്നും ചെയ്തിട്ടില്ല. ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി എന്ന് പറയുന്നത് തന്നെ അന്ത്യകാലത്തോടനുബന്ധിച്ച് നടക്കുന്നൊരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. അതായത് ഇസ്രായേൽ ജെറുസലേം ദേവാലയം പുതുക്കി പണിയും, അതായത് ജെറുസലേം ദേവാലയം എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ ജെറുസലേം ദേവാലയം നിർമ്മിക്കും എന്നുള്ളതാണ് അവസാന കാലഘട്ടത്തിൽ ലക്ഷണമായിട്ട് പറയുന്നത്. ഈവൻ അവിടെ ഒരു ടെമ്പിൾ ബിൽഡിംഗ് ചർച്ച്, ഒരു ട്രസ്റ്റ് ഇവർ ഇസ്രായേൽ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സംഘടന ഫോം ചെയ്തിട്ടുണ്ട്. ഈ സംഘടന ബിൽഡിംഗ്, അതായത് ടെമ്പിൾ നിർമ്മിക്കാൻ, അതായത് ജെറുസലേം ദേവാലയം നിർമ്മിക്കാൻ ആവശ്യമായ സകല സാമഗ്രികളും നിർമ്മാണ വസ്തുക്കളും ശേഖരിച്ചു വെക്കുകയും അതിൽ ആവശ്യമായ ലേവി ട്രൈബിൽസിൽ നിന്ന്, ലേവി ഗോത്രത്തിൽ നിന്ന് പുരോഹിതന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും ആ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും, ഈവൻ ഇസ്രായേലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ഇസ്രായേൽ ഒരിക്കലും ആ സ്ഥലത്തെ ആക്രമിച്ച് കീഴടക്കിയില്ല. കാരണം പിന്നെ ഈവൻ ഈ ഇസ്രായേലും ഇറാനും മറ്റുള്ള സിറിയ, ലെബനോണൊക്കെ ആയിട്ട് യുദ്ധം വന്നാൽ പോലും ധാരാളം മുസ്ലിം സ്റ്റേറ്റുകളെ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം സ്ഥലത്ത് നിൽക്കുന്ന ഈ ഒരു ഡോം, മോസ്ക് ഓഫ് ഡോം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ആക്രമിച്ച് അവിടെ ഒരിക്കലും ഒരു യെരുശലേം ദേവാലയം പണിയുവാനായിട്ട് ഇസ്രായേൽ ആഗ്രഹിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ റിലീജിയസ് പ്രോബ്ലത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ലോകമെമ്പാടും ഏകദേശം 100 കോടിയിലധികം 190 കോടിയിലൊക്കെ അധികം മുസ്ലിങ്ങളുണ്ട്.
അപ്പോൾ അത് ലോകം മൊത്തം മുസ്ലിം രാജ്യങ്ങൾ മൊത്തം ഇസ്രായേലിനെതിരെ മാത്രം ലോകം മുസ്ലിം രാജ്യങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ, മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിൽ ഒരു രാജ്യം ഇടപെടുന്നതിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. അവർക്ക് പിന്നണിയിൽ അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊരിക്കലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് ജെറുസലേം ടെമ്പിളിൽ ആൻറ്റി ക്രൈസ്റ്റ് വന്ന് ചെയ്യാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. അതൊക്കെ ഇനിയും സമയം ധാരാളമുണ്ട്. ജെറുസലേം ദേവാലയം ആദ്യം പണിയാനുള്ള സ്ഥലം കിട്ടണം, അതിൽ പണി പൂർത്തീകരിക്കണം. ഈ ആൻറ്റി ക്രിസ്റ്റ് വരാൻ കാരണമായിട്ടുള്ള ഗോഗ് മാഗോഗ് യുദ്ധമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ അതിനെക്കുറിച്ചും പറയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ലക്ഷണമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പല അന്ത്യപ്രവാചകന്മാരും വന്ന് പറഞ്ഞിട്ട് നാളെ ലോകം അവസാനിക്കും. അതൊന്നും പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല, അതിന് സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. അത് സംഭവിക്കും, പക്ഷേ ഈ പറയുന്നത് പോലെ 2025-ലോ 2030-ലൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ബൈബിൾ പ്രകാരം. അപ്പം അത് നടക്കും. അതിനു വേണ്ടി ആ ലക്ഷണം എന്ന് പറയുന്നത് ഇനി സംഭവിക്കാനുള്ള ലക്ഷണമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. പിന്നെ 7ാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ഇൻക്രീസ് ഇൻ നോളജ് ആൻഡ് ട്രാവൽ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ സഞ്ചരിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ നോളജ് ലെവൽ, ഇത് രണ്ടും വളരെയധികം രീതിയിൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് എൻഡ് ടൈമിനോട് അടുത്തനുസരിച്ച്. അത് നമ്മൾ ദാനിയേൽ പ്രവചനം തന്നെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 4 മുതൽ വാക്യങ്ങൾക്ക് വായിക്കുമ്പോൾ ജ്ഞാനം അന്ത്യകാലത്ത് വർദ്ധിക്കും എന്നുള്ള ധാരാളമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ തന്നെ കൈയടക്കുന്ന രീതിയിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സുകളായിട്ട് മാറുകയാണ്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇന്ന് ഞാനൊക്കെ AI യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മൾ ട്രെയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, അതൊരു ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ കൊണ്ടുതരുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു കോൺഷ്യസ്നെസ് വന്നിട്ടില്ല. പക്ഷേ 2030-37 കൂടി മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കുവാൻ സാധിക്കുന്ന, മനുഷ്യനെ പോലെ തന്നെ വികാരം പ്രകടിപ്പിക്കുന്ന, ഈവൻ അതൊരു 40 അല്ല ഒരു 60% നടക്കുന്നുണ്ട്. പല സംഭവങ്ങളും മനുഷ്യനെ പോലെ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു സൂപ്പർ ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ വിപ്ലവം ലോകമെമ്പാടും ആരംഭിക്കാൻ പോവുകയാണ്. AI കീഴടക്കാൻ പോവുകയാണ്. ഇനി ലോകത്തിൽ നെക്സ്റ്റ് ഒരു ക്രിയേറ്റർ എന്ന ലെവലിലേക്ക് പോലും ആകാൻ പറ്റുന്ന രീതിയിൽ AIനെ മാറ്റിയിരിക്കുകയാണ്. അതായത് നോളജ്, മനുഷ്യൻ്റെ നോളജ്, അവൻ്റെ ജ്ഞാനം വളരെയധികം രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2ാമത് ട്രാവലായിട്ടുള്ള സംഭവങ്ങൾ, ട്രാവൽ കപ്പാസിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സ്പേസ് ജമ്പ്, സ്പേസ് എക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഭൂമിക്ക് പുറമേ പോയിട്ട് തിരിച്ച് മറ്റുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ടെക്നോളജീസിൽ, ഹൈപ്പർ ലൂപ്പുകൾ, ലോകം മൊത്തം മാറുകയാണ്. ടെക്നോളജിയുടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 100 വർഷം മുമ്പ് എന്ത് ടെക്നോളജി നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്? ഒരു മൊബൈൽ ഫോൺ പോലും മര്യാദയ്ക്കത്തില്ല. അതിനു മുമ്പ് എത്രയോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, 1000 വർഷങ്ങൾ ലോകത്തിന് ചരിത്രമുണ്ട്, അല്ലേ? 5, 6000, 7000 വർഷങ്ങൾക്ക് നമുക്ക് ബൈബിൾ പ്രകാരം വേണമെങ്കിൽ ചരിത്രം പറയാം. പക്ഷേ അന്നൊന്നും ഇത്രയും ടെക്നോളജി ഒരിടത്തും ഇല്ല. പക്ഷേ കഴിഞ്ഞൊരു 100 വർഷത്തിനിടയിൽ ടെക്നോളജിക്ക് ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം, പ്രത്യേകിച്ച് നിങ്ങൾ അത് ചിന്തിക്കേണ്ട, ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ടെക്നോളജിക്ക് വന്നൊരു വലിയ വ്യത്യാസം, വലിയൊരു കുതിച്ചുചാട്ടം ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? 1940-45 കാലഘട്ടത്തിന് ശേഷം ചരിത്രത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് രൂപീകരിച്ചതിന് ശേഷം. അപ്പോൾ അതെല്ലാം ഒരു ടിക്കാണ്, ക്ലോക്ക് ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ്. അന്ന് മനസ്സിലായില്ല, എന്തോ സംഭവത്തിനോട് അടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ചെറിയ കാലയളവിൽ തന്നെ ഇത്തരത്തിലുള്ള മൊത്തം കുതിച്ചുചാട്ടം. അപ്പോൾ AI വെറും ഇനി 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ മനുഷ്യന് കേവലം 100 അല്ലെങ്കിൽ 50 വർഷങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എൻഡ് ഈസ് നിയർ, അതായത് ലോകം അവസാനിക്കാനുള്ള സമയമായി. അതുകൊണ്ടാണ് ഈ 1800, 2000, 3000, 5000 വർഷമായിട്ട് ഉണ്ടാകാത്തൊരു ടെക്നോളജിയും ഒരു 30, 50, 60 വർഷങ്ങൾ കൊണ്ടുണ്ടാവുന്നു എന്ന് പറയുന്നത്. അപ്പം ഇതും ഉടനെ സംഭവിക്കുന്നതല്ല, ഒരു മേബി ഒരു 2050, 60, 70 ആകുമ്പോഴത്തേനും ഇവൻ മനുഷ്യനെ കീഴടക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരും, ടെക്നോളജി വളരും. ആ സമയം ചിലപ്പം എൻഡിന് കാരണമായിട്ട് തീരും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതും ഒരു എൻഡ് സൈനായിട്ട്, അല്ലെങ്കിൽ ലോകാവസാനത്തിനുള്ള ഒരു സൈനായിട്ട്, ഒരു ലക്ഷണമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ 8ാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അപ്പിയറൻസ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ആണ്. അതായത് അന്തിക്രിസ്തു വെളിപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ്. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് സംഭവിക്കണം, അതിനൊരു യുദ്ധം സംഭവിക്കാനുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഇസ്രായേലിനോട് അനുബന്ധിച്ചും അതിനോടുള്ള ദേശങ്ങളോടനുബന്ധിച്ചും സംഭവിക്കാനുണ്ട്. അതെന്താണെന്നാണ് ഞാൻ വിശദമാക്കും വൈകാതെ തന്നെ. പക്ഷേ ഒരു ലക്ഷണമായിട്ട്, അതായത് അവസാനത്തെ
തക്ക വരുന്ന ഒരു ലക്ഷണമായിട്ട് പറയുന്നത് 2 തെസ്സലോനിക്കരിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 2 അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഞാനൊന്ന് വായിക്കാം. ആദ്യം ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ട് വരികയും ചെയ്യണം. അതായത് ഇത് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ലാസ്റ്റത്തെ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആൻറ്റി ക്രൈസ്റ്റ് വരുമെന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ മാൻ ഓഫ് സിൻ വിൽ എക്സാൾട്ട് ഹിംസെൽഫ് ഓവർ എവരിത്തിങ് ദാറ്റ് ഈസ് ഗോഡ്. അതായത് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും തന്നെത്താൻ മീതെ ഉയർത്തുന്നവൻ അത്രേ. അതായത് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളെല്ലാം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം ഭൂമിയിലേക്ക് വരും. അതൊരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ എന്താണ് ആൻറ്റി ക്രൈസ്റ്റ് ആ ലക്ഷണത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് എന്താണ് ഗോഗ് മാഗോഗ് യുദ്ധം, ഗോഗ് മാഗോഗ് വാർ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് തന്ന ശേഷം ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള ലക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം പോലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന സംഘർഷം കാണുമ്പോൾ പല പ്രവാചകന്മാരും എന്ന് സ്വയം വിശ്വസിക്കുന്ന മറ്റുള്ളവർ പറയുന്നതല്ല, സ്വയം വിശ്വസിക്കുന്ന ആളുകൾ ഈ യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ലോകം അതുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്, എൻഡ് ടൈം ആയി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര അടിച്ചു വിടുകയാണ് കാര്യങ്ങൾ. അപ്പം യഥാർത്ഥത്തിൽ ഇതെന്താണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്നുള്ളത് എന്ന് മനസ്സിലാക്കണം. ഈ ഗോഗ് മാഗോഗ് വാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. എസെക്കേലിൻ്റെ പുസ്തകം 38-ാം അധ്യായവും 39-ാം അധ്യായത്തിലാണ് ഗോഗ് മാഗോഗ് വാറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുക. ഈ ഗോഗ് മാഗോഗ് വാർ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എസെക്കേലിൻ്റെ പുസ്തകം 38-ാം അധ്യായം 39-ാമത്തെ വാക്യവും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെതിരെ ഗോഗ് മാഗോഗ് പ്രദേശങ്ങളിൽ നിന്ന് ഒരു സംയുക്ത സേന, അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു റിലീജിയസ് ലീഡറാണ്, ഒരു വ്യക്തിയാണ്, ഒരിക്കലും ഒരു രാഷ്ട്രമല്ല. പക്ഷേ മാഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ചരിത്രരേഖകളിലെല്ലാം പരിശോധിച്ചാൽ കാണും മാഗോഗ് എന്ന് റെഫർ ചെയ്യുന്നത് റഷ്യയാണ് മാഗോഗ് എന്ന് പറയുന്നത്. അപ്പം ഗോഗ് മാഗോഗ് അതുപോലെ റഷ്യയാണ് അത് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചില രാഷ്ട്രങ്ങളുണ്ട് ഈ ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത്. മാഗോഗ് എന്ന് പറയുന്ന റഷ്യയാണ്. അതുപോലെ തന്നെ പേർഷ്യ എന്ന് പറയുന്ന പണ്ടത്തെ പേർഷ്യ ആയിട്ടുള്ള ഇറാൻ, ഇപ്പോഴത്തെ ഇറാൻ. പിന്നെ കുഷ് എന്ന് പറഞ്ഞാൽ സുഡാനാണ്. അതുപോലെ തന്നെ പുട്ട് എന്ന് പറയുന്നത് ലിബിയ എന്ന് പറഞ്ഞ രാജ്യമാണ്. അതുപോലെ തന്നെ ഗോമേർ ആൻഡ് ടോഗർമഹ് എന്ന് പറയുന്നത് ടർക്കി. അപ്പോൾ ഇറാൻ, സുഡാൻ, ലിബിയ, ടർക്കി ഈ രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ റഷ്യയുടെ ലീഡറായിട്ട് ചിലപ്പോൾ അറിയപ്പെടാൻ പറ്റുന്ന ഗോഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ നോർത്ത് സൈഡിൽ നിന്ന് ആക്രമിക്കും എന്നുള്ളതാണ് ബൈബിളിൽ എസെക്കേലിൻ്റെ പുസ്തകം 38-ാം അധ്യായം 39-ാമത്തെ വാക്യവും പറയുന്നത്. ഞാൻ ധാരാളം വാക്യങ്ങൾ 2 അധ്യായങ്ങളുള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല, നിങ്ങളെടുത്ത് വായിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കൃത്യമായ രാജ്യങ്ങളുടെ ഗോഗ് മാഗോഗ് ടുഷ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗോഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരുപക്ഷേ അത് റഷ്യൻ പ്രസിഡൻ്റ് ആയിരിക്കാം. ഇപ്പോഴത്തെ വ്ളാഡിമിർ പുടിനാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് വയസ്സായി, മാത്രമല്ല ലോകം മൊത്തം ഒരു വലിയ ഇൻഫ്ലുവൻസിനുള്ള ലെവലൊന്നും പുള്ളി ആയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ നെക്സ്റ്റ് ജനറേഷനിൽ വരാവുന്ന ഒരു റഷ്യൻ പ്രസിഡൻ്റ് ആയിരിക്കാം അദ്ദേഹം. ഗോഗ് ആ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ഇറാൻ, പഴയ പേർഷ്യ ആയിട്ടുള്ള ഇറാൻ, അതുപോലെ തന്നെ ഈ സുഡാന് അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളെല്ലാം നോർത്ത് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളതാണ് ഗോഗ് മാഗോഗ് വാർ എന്ന് പറയുന്നത്. അത് അതായത് പ്രോഫസിയുടെ നിവൃത്തിയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം ഇറാന് പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇറാൻ റഷ്യയുടെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ ഇറാനും റഷ്യയും തമ്മിൽ ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ലക്ഷണമല്ല. കാരണം ഗോഗ് മാഗോഗ് യുദ്ധം നടക്കണമെങ്കിൽ അതിനു മുമ്പ് ഇസ്രായേലിൽ സമാധാനം വരണം എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതായത് എസെക്കേലിൻ്റെ പുസ്തകം 39-38 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ ഇസ്രായേൽ വളരെ സമാധാനമായി സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നിർഭയമായി വസിക്കുമ്പോഴാണ് അവരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, അതായത് നോർത്തേൺ സൈഡിൽ നിന്ന് ഈ ഗോഗ് മാഗോഗ്
കൂട്ടങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോ വെച്ചിട്ട് അടുത്തൊരു 10 കൊല്ലത്തേക്കോ ഒരു 20 കൊല്ലത്തേക്കൊന്നും ഇസ്രായേലിന് ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്രായേൽ രൂപീകരിച്ച് 1948 മുതൽ അവർ ഫുൾ ഓൺ വാറിലാണ്. അതായത് ഈ ഫുൾ ടൈം അവർ വാറിലാണ്. അവരിനിയും കുറേ കാലം കൂടെ ഇങ്ങനെ വാർ നടന്നുകൊണ്ടിരിക്കും, സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു സമാധാനം വന്നിട്ട് ഒരിക്കലും നടക്കില്ല. അതായത് ഈ ഗോഗ് മാഗോഗ് വാർ വരുന്നതിന് ോട് ബന്ധപ്പെട്ട് ഒരു 7 വർഷത്തെ ട്രീറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഞാൻ വിശദീകരിക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇസ്രായേൽ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ബൈബിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയെ ലോകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞ് ഇവിടെ ഒരു അച്ചുതണ്ടുകൾക്കെല്ലാം മൊത്തത്തിൽ മാറ്റം വരും. കാരണം ലോകത്തിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെല്ലാം ഭൂരിഭാഗം ക്രിസ്ത്യൻസും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുത്തു ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേൽ ഈ ലോകത്ത് തനിച്ചാവും. മറ്റുള്ള മുസ്ലിം മറ്റുള്ള രാജ്യങ്ങളുടെ ഒപ്പത്തിൽ, മറ്റുള്ള രാജ്യങ്ങളുടെ എല്ലാം ഒപ്പത്തിൽ ഇസ്രായേൽ തനിച്ചാവും. അന്ന് ഇസ്രായേലിന് സമാധാനമെന്ന് വിചാരിച്ച് ഇസ്രായേൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു വാറായിട്ടാണ് ഗോഗ് മാഗോഗ് വാറിനെ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഗോഗ് മാഗോഗ് വാറിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ അത് എൻഡ് ടൈമല്ല. അപ്പോൾ എന്താണ് ഈ 7 ഇയർ ട്രീറ്റി എന്നുള്ളതും കൂടെ നമുക്ക് നിർത്താം. ഇതെല്ലാം നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഗോഗ് മാഗോഗ് യുദ്ധം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പം നമ്മൾ കാണുന്നുണ്ട് 70 ആഴ്ചവട്ടത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റി ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്യുന്നുണ്ട്. അതായത് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 25 മുതലുള്ളെങ്കിൽ അങ്ങനെ മുകളിലോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. ഞാനതിലൊരു വാക്യം റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം. അതിന് 9-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധമുണ്ടാകും. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ, അതിനുശേഷം 27-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിലുമേൽ ശൂന്യമാക്കുന്നവൻ വരും, നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിൻ്റെ മേൽ കോപം ചിരിയും. ഞാൻ ഈ പറഞ്ഞത് വാക്യം ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ച പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളത് എടുത്തിട്ട് ഓരോ വാക്യമായിട്ട് അതിനെ എടുത്ത് വായിച്ച് മനസ്സിലാക്കിയാൽ 25-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിനോട് ദൈവം ഒരു നിയമം, ഒരു ഉടമ്പടി, ഒരു ട്രീറ്റ് ചെയ്യുകയാണ്. ഏകദേശം 70 ആഴ്ചവട്ടം നീണ്ടു നിൽക്കുന്ന, അതായത് ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഹീബ്രു പ്രൊഫസി മുഖാന്തരം അല്ലെങ്കിൽ ഹീബ്രു പ്രവചനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഏകദേശം 490 വർഷങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ പറയുന്നത് അത് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, യെരുശലേമിനെ സ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുത്തുന്നവരെ. നമുക്കറിയാം യെരുശലേം ഫുള്ള് ഇടിച്ചു കളഞ്ഞു. അത് യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് നമുക്കറിയാം നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. നെഹമ്യാവിൻ്റെ കാലത്തിലാണ് ഇടിഞ്ഞുപോയ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്ന രാജാവ് നെഹമ്യാവിൻ്റെ അഭ്യർത്ഥന മൂലം. അപ്പോൾ അത് സംഭവിക്കുന്നത് 445 BC-യിലാണ്. അപ്പോൾ ഈ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ സ്റ്റേജ് ആരംഭിക്കുന്നത് ദൈവം പറയുന്നതനുസരിച്ച് 445 BC എന്നുള്ള സമയത്താണ്. അന്ന് തൊട്ട് 490 വർഷങ്ങളാണ് ഇസ്രായേലിൻ്റെ ഈ പ്രവചന കലണ്ടർ എന്ന് പറയുന്നത്. അതിന് 2-3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നതിൽ അവസാന ഘട്ടം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രവചന കലണ്ടറാണ്, ദൈവം കൊടുത്തിരിക്കുന്ന കലണ്ടറാണ്. അപ്പോൾ പറഞ്ഞേക്കുന്ന അഭിഷേകത്തിൻ്റെ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ ഈ നഗരം പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, യെരുശലേമിനെ യഥാസ്ഥാനത്തിപ്പെടുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം. അതായത്
അവിടെ പറഞ്ഞിരിക്കുന്നത് അഭിഷിക്തന്, അതായത് ആ സംഭവം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, യെരുശലേമിനെ തകർന്നു പോയ യെരുശലേമിനെ പണിയണം. അങ്ങനെ നെഹമ്യാവ് ഇതിനെ പണിയുന്നു. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. 7 ആഴ്ചവട്ടം, അതിൽ പറഞ്ഞിരിക്കുന്ന 7:62 എന്നാണ് പറഞ്ഞത്. അങ്ങനെ 7 ആഴ്ചവട്ടം 49 വർഷങ്ങൾ കൊണ്ട് നെഹമ്യാവ് ആ യെരുശലേം ദേവാലയത്തെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനുശേഷം വരുന്ന 62 ആഴ്ചവട്ടം, അങ്ങനെ ടോട്ടൽ 69ാമത്തെ ആഴ്ചവട്ടം മിശിഹ വരും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്ന പ്രവചനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ വാക്യം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 25ാമത്തെ വാക്യത്തിൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം, അതായത് ടോട്ടൽ 69ാമത്തെ ആഴ്ചവട്ടത്തിൽ, ഈ യെരുശലേം പുതുക്കി പണിതതിൻ്റെ 69ാമത്തെ ആഴ്ചവട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 483ാമത്തെ വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിഷിക്തനായ മിശിഹയെ അയക്കുമെന്നുള്ളതാണ് ദൈവം അവിടെ പറഞ്ഞ കാര്യം. യേശുക്രിസ്തു ജനിച്ചത് കറക്റ്റ് 483ാമത്തെ വർഷത്തിലാണ് യേശുക്രിസ്തു ജനിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ ആ സംഭവം നിറവേറി എന്നുള്ളതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ നോക്കി നോക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനന സമയം എന്ന് പറയുന്നത് ഈ 483ാമത്തെ സമയമാണ്. അഭിഷിക്തനായ പ്രഭു അവൻ ഈ ലോകത്തിലേക്ക് പ്രവചനപ്രകാരം തന്നെ വന്നു. അതായത് 7:62 ഡിവൈഡ് ചെയ്താൽ 7 അല്ലെങ്കിൽ 49 എന്ന് പറയുന്ന ആഴ്ചവട്ടക്കാലം ഇതിൻ്റെ പണി കഴിഞ്ഞു. പിന്നീടുള്ള പറഞ്ഞ കറക്റ്റ് സമയത്തിന് തന്നെ 483ാമത്തെ വർഷത്തിൽ എങ്ങനെയാണോ എത്ര കൃത്യമായിട്ട് പറഞ്ഞോ കൃത്യമായിട്ട് തന്നെ അഭിഷിക്തനായ പ്രഭു ലോകത്തിൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയിട്ട് ജനിച്ചു എന്നുള്ളത് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് പറയുകയാണ്. അങ്ങനെ ടോട്ടൽ 70 ആഴ്ചവട്ട കാലഘട്ടത്തിൽ ഏകദേശം 69 ആഴ്ചവട്ടക്കാലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ക്രൂശീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലൂടെ നിറവേറി, അത് പൂർത്തീകരിച്ചു. ഇനി ഒരു ആഴ്ചവട്ടക്കാലം മാത്രമേ ഉള്ളൂ ഇസ്രായേലിന്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച കലണ്ടറാണ്, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച കലണ്ടറല്ല. ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇനി ഒരാഴ്ചവട്ടക്കാലമുള്ളൂ. പക്ഷേ ആ ഒരാഴ്ചവട്ടക്കാലം പൂർത്തീകരിച്ചില്ല. അത് ഭാവിയിൽ പൂർത്തീകരിക്കുന്ന കാര്യമാണ്. അത് കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് 69ാമത്തെ ആഴ്ചവട്ടത്തെ കാലഘട്ടത്തിൽ അയച്ച അഭിഷിക്തനെ ഇസ്രായേൽ അംഗീകരിച്ചില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ക്രൂശിച്ച് കൊല്ലുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ദൈവം എന്ത് ചോദിച്ചെന്നുണ്ടെങ്കിൽ അവൻ രക്ഷയെ ജാതികൾക്ക് കൊടുക്കുകയും ഇസ്രായേലിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന അവസാനത്തെ 70ാമത്തെ ആഴ്ചവട്ടം അവൻ അന്ത്യകാലഘട്ടത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുകയാണ്. അന്നത് നടക്കും. അത് ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ 70ാമത്തെ ആഴ്ചവട്ടക്കാലം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ, അതായത് ദൈവം കൊടുത്തിരിക്കുന്ന കലണ്ടർ പ്രകാരം 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കണം. പക്ഷേ 69ാമത്തെ ആഴ്ചവട്ടത്തിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ ആ പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് കണക്ക് പ്രകാരം ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ട്? മിശിഹ, അത് യഹൂദന് വാഗ്ദത്തം ചെയ്ത മിശിഹേനെ തന്നെ കൃത്യമായിട്ട് അയച്ചു. പക്ഷേ യഹൂദന് അവനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അവരവനെ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അതിന് പോസിട്ടു. എന്നിട്ട് അവൻ ആ അവസരത്തെ, ആ മിശിഹ എന്താണോ ഈ ലോകത്തിൽ നടത്തുവാനായിട്ട് ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തെ അവൻ യഹൂദനിൽ നിന്നെടുത്ത് ജാതിക്ക് കൊടുത്തു. എന്നിട്ട് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ചർച്ച് ഏജായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചർച്ച് ഏജാണ്. അത് സഭയുടെ ഒരു കാലഘട്ടമാണ്. കൃപായുഗം എന്ന് നമ്മൾ പറയും. ഈ 69ഉം 70ഉം ആഴ്ചവട്ടത്തിനിടയിലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11ാം അധ്യായം അതിൻ്റെ 28-5 മുതലുള്ള വാക്യങ്ങൾക്ക് വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ തീരുവോളം, അല്ലെങ്കിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ജാതികൾക്കൊരുക്കിയിരുന്ന ഒരു രക്ഷയായിരുന്നു. ജാതികൾക്ക് വേണ്ടിയിട്ട്, ഇസ്രായേലിലെ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരുന്ന ഒരു പ്ലാനായിരുന്നു ഇത്. പക്ഷേ കർത്താവിന് അവർ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് ഇപ്പോൾ ജാതികൾക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തിരിക്കുക. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, അവിടെ ആ പദപ്രയോഗം വളരെ ഇതാണ്. അതായത് എല്ലാ ജാതികളിലും സുവിശേഷം എത്തി അതിൻ്റെ പൂർണ്ണസംഖ്യ ചേരുവോളവും ഈ 70ാമത്തെ കാലഘട്ടം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുകയില്ല. 69ൽ പോസ് ചെയ്തിരിക്കുക. അത് തീർന്ന് സകല ജാതികളും സുവിശേഷം കേട്ട് സകല ലോകത്തിനെമ്പാടും ജാതികളിലെ സകല രാജ്യങ്ങളിലേക്കും സുവിശേഷം എത്തിയതിന് ശേഷം മാത്രമേ ഇസ്രായേലിൻ്റെ ഈ ഗോഗ് മാഗോഗ് വാർ നടക്കുകയുള്ളൂ. അതിനുശേഷമുള്ള 7 വർഷത്തെ ട്രീറ്റി, അതോട് ബന്ധിച്ചിട്ടുള്ള 70ാമത്തെ ഈ ഒരു ആഴ്ചവട്ടം ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ്. നമ്മൾ അതിലാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കാട് കയറി എന്നല്ല, നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പോയി. അപ്പോൾ ഈ ആൻറ്റി ക്രിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ലാസ്റ്റത്തെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് ആൻറ്റി ക്രിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ അന്ത്യക്രിസ്തു വരുന്നു എന്നുള്ളതാണ്.
ഈ അന്തിക്രിസ്തു വന്നത് എങ്ങനെയാണോ എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളല്ല, ഈ ഗോഗ് മാഗോഗ് ഭാഗങ്ങളിൽ നിന്ന് ഇറാന്, റഷ്യയുടെ നേതൃത്വത്തിൽ സുഡാന്, ലിബിയ, അതുപോലെ തന്നെ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ നോർത്തേൺ സൈഡിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. ഈ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എസെക്കിയേലിൻ്റെ പുസ്തകം 38-39 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെ സഹായിക്കാനുണ്ടാവില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് അതിന് മുമ്പേ യേശുക്രിസ്തുവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യവും ഇസ്രായേൽ വളരെ നിർഭയമായിട്ട് സമാധാനമായിട്ടിരിക്കുന്ന സമയമാണ് സഭയെല്ലാം എടുക്കപ്പെട്ടിട്ട്. ആ സമയത്താണ് ഇവർ ഇസ്രായേലിനെതിരെ വരുന്നത്. അന്നേരം ഇസ്രായേൽ ഡിഫെൻസ്ലെസ് ആണ്. ഇസ്രായേലിൻ്റെ വാളുകൾ ഡിഫെൻസ്ലെസ് ആണ്. അവർ തങ്ങളുടെ അയൺ ഡോമിലൊക്കെ വിശ്വസിച്ചങ്ങനെ ഇരിക്കും. പക്ഷെ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഇത്രയും ആളുകൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ പരിഭ്രമിക്കും. പക്ഷേ ഒരു സംഭവം അവിടെ ഉണ്ടാകാമെന്ന് പറയുന്നത്, നിങ്ങൾ 39-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങളെല്ലാം എടുത്ത് വായിച്ചാൽ അവിടെ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലിന് പരിചയമായിട്ടിരിക്കും, അതുപോലെ തന്നെ അവിടെ വലിയ തീ മഴ ഞാൻ വർഷിക്കും, ഭൂകമ്പം ഞാൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന എനിമീസ് അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇതെല്ലാം കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു ഏതാ മിത്ര ഏതാണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് ആളുകൾ മരണപ്പെടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 7 മാസത്തോളം ഈ മരണപ്പെട്ട ശത്രുക്കളുടെ ശവശരീരം മറവ് ചെയ്യാൻ വേണ്ടി 7 മാസം സമയം ഇസ്രായേലിന് എടുക്കും. ഇതെല്ലാം കൃത്യമായിട്ട് എസ്കേലിൻ്റെ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 38-39 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇസ്രായേലിന് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഗോഗ് മാഗോഗ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇറാൻ റഷ്യയുമായിട്ട് കോവാലിഷൻ അല്ലെങ്കിൽ ബാന്ധവം ശ്രമിക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പം ഒരു ചിലപ്പോൾ ഒരു 10, 20, 30, 50 എപ്പോഴാണോ ദൈവത്തിൻ്റെ സമയം, ആ സമയമാകുമ്പം ഇത് കുറച്ചും കൂടെ ശരിയായ കാര്യമായിട്ട് റഷ്യ നേരിട്ട് യുദ്ധത്തിനിറങ്ങും. റഷ്യ നേരിട്ട് ഇറാന്, ഇറാഖ്, അതുപോലെ ലിബിയ, സുഡാൻ പോലുള്ള ഇസ്ലാമിക് രാജ്യങ്ങളോടൊപ്പം റഷ്യ അവരെ ഗോഗ് മാഗോഗ് യുദ്ധമായിട്ട് ഇസ്രായേലിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് നേരിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടം വരും. അത് ഇപ്പോഴല്ല, കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഹിസ്റ്ററിയിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് റഷ്യയും ഇറാനൊക്കെ തമ്മിൽ അടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഹിസ്റ്ററി കാണുവാൻ സാധിക്കുന്നത്. അന്നേരം ഒരാളും ഇസ്രായേലിനെ സഹായിക്കാനുണ്ടാവില്ല. ദൈവം ഭൂകമ്പം നടത്തും, തീമഴ വർഷിക്കും, അതുപോലെ തന്നെ പ്ലേഗ് ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഇസ്രായേലിലുടനീളം വലിയ ഭൂകമ്പങ്ങൾ നടക്കുമ്പോൾ ഇത് കാണുന്ന ഇസ്രായേലിനെ ചുറ്റി ആക്രമിക്കാൻ നിന്നിരുന്ന ഈ സൈന്യത്തിന് തമ്മിൽ കൺഫ്യൂഷൻ നടക്കും. ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. അതായത് ഇസ്രായേലിനെ ആക്രമിക്കേണ്ടതിന് പകരം ഈ കൺഫ്യൂഷൻ, ഈ ബോധം നഷ്ടപ്പെട്ടിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് തീർക്കും. അങ്ങനെ ദൈവം യുദ്ധം ചെയ്യുകയും ദൈവം ന്യായവിധി നടത്തുകയും ചെയ്യും ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ. അത് ഭാവിയിൽ ഹിസ്റ്ററി സംഭവിക്കാനിരിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ലക്ഷണം, അവസാനത്തെ ലക്ഷണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഇന്ന് പറയുന്ന പോലെ, ഇന്ന് ആളുകൾ പ്രവചിക്കുന്നത് പോലെ ഇതൊന്നും പെട്ടെന്ന് നടക്കാനിരിക്കുന്ന കാര്യമല്ല. ഇതാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 38-39 അധ്യായം നിങ്ങൾ നന്നായിരുന്നു വായിക്കുക. അതിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ലക്ഷണം പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ലക്ഷണം ഞാൻ പറഞ്ഞു. പിന്നെയും ധാരാളം ലക്ഷണങ്ങൾ അന്ത്യകാലത്തോടനുബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് കോസ്മിക് ഡിസ്റ്റർബൻസസ്, ഹെവൻലി സയൻസ് എന്നൊക്കെ പറയുന്നത്. അതായത് ആകാശത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണും. കോസ്മിക് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതായത് ചിലപ്പം സൂര്യൻ ഡാർക്കായിട്ട് മാറാം, ചന്ദ്രൻ റെഡ് ബ്ലൂ മൂണാവാം, അതായത് ചുവന്ന ചന്ദ്രനാവാം, മീറ്റിയോറിക് ഷവേഴ്സ് ഉണ്ടാവാം, അതായത് ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകളെല്ലാം ധാരാളം ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. ആകാശത്ത് പല നക്ഷത്രങ്ങളും പൊട്ടിച്ചെതറുന്നയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. അങ്ങനെ ടോട്ടലി കോസ്മിക്കായിട്ട് നമ്മുടെ ഭൂമിക്ക് പുറത്ത് സ്പേസിലുണ്ടാവുന്ന പല മാറ്റങ്ങളും, വിസിബിളായിട്ടുള്ള പല മാറ്റങ്ങളും ലോകത്ത് സംഭവിക്കും അന്ത്യകാലഘട്ടത്തിൽ. ഇന്ന് നമ്മളൊന്ന് ഒരു നക്ഷത്രം പൊട്ടി വീഴുന്നതോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, സൂര്യൻ എന്താണ് കറുത്ത കളറിലേക്ക് പോകുന്നതോ ചന്ദ്രൻ രക്താകാരമാകുന്നതോ ഒന്നും നമ്മൾ കാണാറില്ല. നമ്മളങ്ങനെ പലതും നമ്മൾ എന്നറിയിക്കാം, റെഡ് മൂണും ബ്ലാക്ക് മൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു സയൻസായിട്ട് കൂട്ടാൻ പറ്റില്ല. മീൻസ് വിസിബിളായിട്ട് നമ്മളെ പരിഭ്രമിപ്പിക്കുന്ന ഒരു സയൻസ് അല്ല. പക്ഷേ ഇതെല്ലാം ഭാവിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ആകാശത്ത് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ലക്ഷണങ്ങളും ഉണ്ടാവും.
അതൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് സംഭവിക്കുന്നൊരു കാലഘട്ടം വരും. അന്നേരം നമുക്ക് മനസ്സിലാകാം ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അപ്പോഴും അത് അവസാനമല്ല, അത് സ്റ്റാർട്ടിംഗ് ആണ്, അത് സ്റ്റാർട്ടിംഗ് പീരീഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ശരിക്കും ബൈബിളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തു 3 പ്രാവശ്യം വരുന്നുണ്ട് ഭൂമിയിലേക്ക്. അതായത് അവൻ ഒന്നും വന്നു, മറ്റുള്ളവരുടെ അതായത് സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചു, അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. രണ്ടാമത് വരുന്നത് അവൻ തൻ്റെ സഭയെ ചേർക്കുവാനാണ്, ക്രിസ്ത്യ സഭയെ ചേർക്കുവാൻ വേണ്ടി മാത്രമാണ്. അന്ന് ലോകം ഇവിടെ ഉണ്ടാവും. ആ വരവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കള്ളനെ പോലെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആരും അറിയില്ല, അത് വളരെ സൈലൻറ്റ് കമ്മിങ് ആയിരിക്കും. അന്ന് വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവൻ ഒരുത്തിനെ വിട്ട് മറ്റൊരുത്തനോട് ചേരും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഉപമകളിലൂടെ പലതും പറഞ്ഞിട്ടുണ്ട്. ആരും അറിയില്ല. മനുഷ്യപുത്രൻ വരുന്നത് വിളക്ക് കൊളുത്തിയിരിക്കുന്ന കന്യകമാർ മാത്രം അറിയുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ലോകം നോക്കുമ്പം ഒരു ഭൂരിഭാഗം ജനത, ഒരു ഭൂരിഭാഗം പോപ്പുലേഷൻസ് ഓഫ് ആളുകൾ സ്വന്തം അടുത്തിരുന്നവർ പോലും കാണുന്നില്ല. കാരണം കർത്താവ് അവരെ മധ്യാകാശത്തിൽ, അവൻ ഭൂമിയിൽ ടച്ച് ചെയ്യില്ല, മധ്യാകാശത്തിൽ ദൈവം അവരെ ചേർത്തുകൊണ്ട് അവൻ പോവും. കർത്താവ് പക്ഷേ മൂന്നാമത് വരുന്നുണ്ട്. അത് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ഒലിവ് മലയിൽ ചവിട്ടിക്കൊണ്ട് കർത്താവ് ഭൂമിയെ ന്യായം വിധിക്കുകയും അവൻ സാത്താനും അവൻ്റെ സൈന്യത്തെയെല്ലാം തകർത്തുകൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയെല്ലാം സൃഷ്ടിച്ച, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച, അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇനിയുള്ള വീഡിയോസുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആഫ്റ്റർ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാനിപ്പം പറഞ്ഞു നിർത്തുന്നത് ഈ ഗോഗ് മാഗോഗ് യുദ്ധം വരെയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്താണ് ലോകാവസാനത്തിനുള്ള ലക്ഷണങ്ങളായിട്ട് കാണാൻ കഴിയുന്ന ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതുവരെയുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. അതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊരു വീഡിയോയിൽ കൂടെ നമുക്ക് ബൈബിൾ അടിസ്ഥാനമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ലക്ഷണങ്ങളെല്ലാം സംഭവിച്ച ശേഷം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർത്തുകൊള്ളും. അതിന് ശേഷം പിന്നെ വന്നവൻ ഒലിവുമലയെ കാല് കുത്തുകയും അതുപോലെ തന്നെ ദൈവജനത്തിൽ, അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 7 വർഷത്തെ ഉടമ്പടി എന്ന സംഭവം പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊരു ടൈം ലൈൻ മനസ്സിലാക്കണം. അതായത് ലോകത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം സംഭവിക്കും. യുദ്ധങ്ങൾ ധാരാളം ഗ്ലോബൽ സ്കെയിൽസിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഭൂകമ്പങ്ങളുണ്ടാവാം, വലിയ പ്ലേഗുകൾ സംഭവിക്കും. മനുഷ്യൻ്റെ മോറൽ വാല്യൂസ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതായത് ഇന്ന് കാണുന്നത് പോലെയൊന്നും അല്ല. ഒരു 100 പേരെടുത്താൽ അതിൽ 99 പേരും ക്രൂരന്മാരായിരിക്കും, അല്ലെങ്കിൽ 99 പേരും സ്വന്തം അപ്പനും അമ്മയും കൊല്ലുന്ന, മക്കളെ കൊല്ലുന്ന ആൾക്കാരുമായിരിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായിട്ടുള്ളൊരു ജനസമൂഹം ഉണ്ടാവും. 99% ആൾക്കാർക്കും ദൈവമെന്ന് വിശ്വാസം ഉണ്ടാവില്ല, ക്രിസ്ത്യാനി ആയിരിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരും. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടം വരും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു കള്ളനെ പോലെ വരും, തൻ്റെ സഭയെ ചേർത്തുകൊള്ളും. ആ സമയത്ത് ലോകത്തുനിന്ന് ഇവിടെ ക്രിസ്ത്യൻസ് എടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗോഗ് മാഗോ വാർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന ഇറാൻ റഷ്യ ബാന്ധവമൊക്കെ അതിൻ്റെ ഒരു സൂചനയാണ്, അത് സംഭവിക്കുമെന്നുള്ള സൂചനയാണ്. പക്ഷേ അന്ന് ഈ ഗോഗ്, ഈ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാഗോഗ്, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പല ഇസ്ലാമിക രാജ്യങ്ങളും നോർത്തേൺ സൈഡിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേൽ സമാധാനം എന്ന് സന്തോഷമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ആക്രമണം വരും. പക്ഷേ അന്ന് ഇസ്രായേൽ പരാജയപ്പെട്ടു പോകുകയില്ല. ദൈവം താൻ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആക്രമണം നടത്തും. അവൻ വലിയ ഭൂകമ്പം ഉണ്ടാക്കും, ആകാശത്തുനിന്ന് ഫയർ വർഷിക്കും. അതുപോലെ തന്നെ ശത്രുക്കൾക്കിടയിൽ പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർക്കും. അവരുടെ ശവശരീരം മറവ് ചെയ്യാൻ 7 മാസത്തോളം ഇസ്രായേലിന് സമയമെടുക്കും. ഇതെല്ലാം കൃത്യമായിട്ട് എസെക്കിയേലിൻ്റെ പുസ്തകം 38-39 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒന്നാമത്തെ ഒരു സൈന് പറഞ്ഞിരുന്നു. ആ ഒന്നാമത്തെ സൈന് കംപ്ലീറ്റഡ് ആയി. അതായത് ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഞാനതിൻ്റെ വാക്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ബൈബിളിലെ ഒരു വലിയ പ്രവചനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം യഹൂദന്മാരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. മരിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ കർത്താവ് പറയുന്നതല്ല, അവർ തന്നെ സ്വയം പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് AD 70 എന്താ സംഭവിച്ചെന്നുള്ള ചരിത്രത്തിൽ അറിയാം. നമ്മൾ ബൈബിൾ പറയേണ്ട ആവശ്യമില്ല, ചരിത്രമാണത്. അതിനകത്ത് റോമൻ ചക്രവർത്തിമാർ കടന്ന് കയറി വന്ന് ഇസ്രായേലിനെ നശിപ്പിച്ച്, ഇസ്രായേൽ ദേവാലയം, അതായത് യഹൂദന്മാരെ ദേവാലയം മൊത്തം നശിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദന്മാർ കൂട്ടപലായനം ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഹിറ്റ്ലർ വന്നു. അവരെ വീണ്ടും ഈ രക്തത്തിൻ്റെ, യേശുക്രിസ്തുവിനോട് അവർ പറഞ്ഞതല്ലേ, രക്തം ഞങ്ങളുടെ മേളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. അവരെ രക്തം ശരിക്കും കുടിച്ചു. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെല്ലാം പലായനം ചെയ്തു.
പക്ഷേ യഹൂദനൊരു വാഗ്ദത്തമുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടാവും ആ വാക്യം. നമുക്ക് ആ വാക്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വാക്യം കണ്ടില്ലേ? ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യഹൂദനെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയവരാണ്, പലായനം ചെയ്ത് പോയവരാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്നു, നമ്മുടെ കേരളത്തിൽ വന്നു, ധാരാളം യഹൂദന്മാർ പാർത്തു. പക്ഷേ ഇവർ ഒരു വാഗ്ദത്തമുണ്ട്. ലോകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദർ ഈ വാഗ്ദത്തപ്രകാരം, ഈ പ്രവചനപ്രകാരം അവർ അങ്ങോട്ട് കടന്നു ചെന്ന് 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചു. അതുതന്നെ ദൈവം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ലോകാവസാനത്തിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി ദൈവം പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം അത് പൂർത്തീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല ആളുകളും പറയും, ഈ ബൈബിൾ വെറുതെ പറയുന്നതാണ്, ക്രിസ്ത്യാനികൾ പറയുന്നതെല്ലാം വെറും പൊട്ടക്കഥയാണെന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ. പക്ഷേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണെന്നും, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ബൈബിൾ സത്യമാണോ എന്ന് അറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരാൾക്ക് അവനെ പഠിപ്പിക്കേണ്ട ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട്, അതായത് നിത്യജീവനെ പ്രാപിച്ച, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വിശ്വാസിയോട് എടുത്ത് വന്നിട്ട് ചരിത്രം കാണിച്ച്, തെളിവ് കാണിച്ച് നീ ക്രിസ്ത്യാനി അങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവൻ അറിയാം, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാൻ പറയാം, ഇപ്പോൾ കോവിഡിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഘടന എന്താണ്, സംഭവം എങ്ങനെയാണ്, അത് വന്നാൽ എങ്ങനെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നതിനെ പോലെയാണോ കോവിഡ് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലായില്ലേ? ആ വൈറസ് ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവനെ പഠിപ്പിക്കേണ്ട കോവിഡ് എന്താണെന്നുള്ളത്. അവൻ അറിയാം കോവിഡ് എന്താണെന്നുള്ളത്, അത്രേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് വന്ന സകല ക്രിസ്ത്യാനികൾ എല്ലാവരും രക്ഷപ്പെട്ടവരല്ല കേട്ടോ. ക്രിസ്ത്യാനികൾ ഒരു 20% രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ക്രിസ്തു മതവിശ്വാസികളാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ഏറ്റെടുത്ത് ദൈവം ഹൃദയത്തിൽ വന്ന് നിറയുന്ന ഒരു ഫീലിംഗ് അനുഭവിക്കുന്നത്. കോവിഡ് വന്ന് അനുഭവിക്കുമ്പോൾ ചുമയും തൊണ്ടയൊക്കെ വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ലേ, അത് നമ്മൾ അറിയുന്നതാണ്. അതുപോലെ അറിഞ്ഞ ഒരു ക്രിസ്ത്യാനിക്ക് പിന്നെ വേറൊരു ചരിത്രങ്ങളും തേടി പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളൊരു നിരീശ്വരവാദീൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അറിയാം അവർക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൽ നോക്കിക്കോ, ഒരു ആയുധം പോലും തിരികെ എടുത്ത് വെട്ടാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ വിശ്വാസം വിടാൻ പറഞ്ഞിട്ട് രക്തസാക്ഷികളായിട്ട് മാറിയത് എന്താണെന്നറിയോ? മറ്റുള്ള മതങ്ങൾ അവരുടെ മതങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുധമെടുത്ത് പോരാടും, പക്ഷേ ക്രിസ്ത്യാനി എല്ലാം ഉണ്ടല്ലോ സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെയും ജീവനെയും സകലതിനെയും വേണ്ടാന്ന് വെച്ചുകൊണ്ട് കഴുത്ത് നീട്ടി വെച്ച് കൊടുക്കണമെങ്കിലേ അവന് ചുമ്മാ ബിലീഫ്സ്, അവന് കുറച്ചൊക്കെ അറിവ് കൊണ്ട് കാര്യമില്ല. അത് അവൻ്റെ ഹൃദയത്തിൽ അവൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ ദൈവമുണ്ട്. അത് അവന് കോവിഡുള്ളവൻ കോവിഡ് അനുഭവിക്കുന്ന പോലെ ക്രിസ്തു അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തുള്ളൂ. നിങ്ങൾ എത്ര പേര് കൊണ്ടേ കഴുത്ത് നീട്ടി കൊടുക്കും നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട്? ഒരാളും കൊടുക്കില്ല. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് കഴുത്ത് നീട്ടി വെച്ച് കൊടുത്താൽ, രക്തസാക്ഷി ആയാൽ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആളുകളെ പോയി കൊന്നിട്ട്, ആളുകളെ പോയി ബോംബിട്ട് കൊന്നിട്ട് മറ്റുള്ള സ്ഥലത്ത് പോയി കുറേ നന്മ അനുഭവിക്കാമെന്നൊന്നുമല്ല ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞത്. കഴുത്ത് വെച്ച് കൊടുക്ക്. കർത്താവ് ഒന്നും പറഞ്ഞില്ല കഴുത്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടുമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അവനവൻ ഒന്നും വിടാതെ അവൻ്റെ ജീവിതം വെച്ച് കൊടുക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അവൻ്റെ കഴുത്ത്, അവൻ്റെ സ്വന്തം മക്കളെയും കുഞ്ഞുങ്ങളെയും, നിങ്ങൾ ചരിത്രം എടുത്ത് പഠിച്ച് നോക്ക്. സ്വന്തം ഭാര്യേനെയും മക്കളെയും എല്ലാം മുമ്പിലിട്ട് കൊന്നിട്ട് ചോദിക്കുക, നീ വിശ്വാസം ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ പിള്ളേരെ കൊല്ലും. സ്വന്തം ചോരയാ, സ്വന്തം മക്കളാ, അമ്മ അപ്പനാ. ഈ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യൻ പറയില്ലേ എന്തെങ്കിലും സാധ്യത, ഓക്കെ ഞാൻ എൻ്റെ വിശ്വാസം താൽക്കാലികമായിട്ട് തന്നെ ഉപേക്ഷിക്കാം. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കഴുത്ത് നീട്ടി വെച്ച് കൊടുത്തതെന്നറിയോ? അത് ഉള്ളിൽ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്, അത് ഉള്ളിൽ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവുകളിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാനായിട്ട്, പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാറിയ ആളുകളെയല്ല, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന പലരെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയായിരിക്കും അന്ത്യ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ലോകം നേരിടേണ്ടി വരുന്ന ലക്ഷണങ്ങൾ എന്താണ്, ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ അന്ത്യകാലഘട്ടമായോ, മനുഷ്യനെ പേടിപ്പിക്കുന്ന പോലെ അല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. 70ാമത്തെ ആഴ്ചവട്ടക്കാലം യഹൂദിന് വേണ്ടിയിട്ട് ഭാവിയിലുണ്ട്. ദൈവം അത് അവന് വേണ്ടിയിട്ട് ഒരുക്കും.
ആ 7 വർഷത്തെ ഒരു ട്രീറ്റി ഉണ്ടല്ലോ, ഗോഗ് മാഗോഗ് യുദ്ധം കഴിഞ്ഞിട്ട് 7 വർഷത്തോളം എടുക്കുന്നൊരു സംഭവം, അന്തിക്രിസ്തു വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് ലോകലക്ഷണം എന്നുള്ളതാണ്, ലോകത്തിലുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് ലക്ഷണം എന്നുള്ളതാണ്. അത് നമ്മളിന്ന് വിശദീകരണം ചെയ്തു. നമ്മളിന്ന് പേടിക്കുന്നത് പോലെ പറയുന്നത് പോലെ ഇപ്പം ഒരു ലോകം മൊത്തം അവസാനിക്കാനുള്ള ലക്ഷണമൊന്നുമല്ല നടക്കുന്നത്. ഇനിയും ധാരാളം കാലങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. ടെക്നോളജി ഇനിയും കുറേയധികം വളരാനുണ്ട്. മാത്രമല്ല ലോകത്തിൽ 68% സ്ഥലങ്ങൾ മാത്രമേ ഇൻ്റർനെറ്റ് ഇപ്പോഴും ആക്സസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 32 സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്താനുണ്ട്. അങ്ങനെ ലോകം മൊത്തം സുവിശേഷം എത്തുന്ന ഒരു കുറച്ച് കാലഘട്ടം ഉണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ തലമുറയിൽ തന്നെ സംഭവിക്കാം. ഒരു 50 വർഷത്തിന് ശേഷമോ 30 വർഷത്തിന് ശേഷമോ ദൈവത്തിൻ്റെ കാലഘട്ടത്തിൽപ്പെട്ട സമയമാണ്. നമുക്കൊരിക്കലും എത്ര പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴുള്ള ടെക്നോളജിയുടെ കുതിച്ചാട്ടം വെറും 10-5 വർഷത്തിനൊക്കെ പെട്ടെന്ന് കുതിച്ച് ആടുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കാം. അത് ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അതിലേക്ക് എത്തുന്നല്ല, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു ആകെത്തുകയായിട്ട് ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെടാത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വയം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധ്യമില്ലാത്ത ആളുകളോടാണ്. ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധ്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഇന്ന് നിങ്ങളോട് ഈ രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ഇതിനു മുമ്പ് വിശ്വസിച്ച ആളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ട ആളോ അല്ലെങ്കിൽ ഇതര മതവിശ്വാസിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം സ്വയം ചോദിച്ചാൽ മതി. നമ്മളിന്നിവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളിന്നൊരു വൈകിട്ട് മരണപ്പെടുക എന്ന് വിചാരിക്കും. മനുഷ്യനല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആർക്കും അവരുടെ എന്താ പറയുക, അടുത്ത സെക്കൻഡ് എന്താണെന്ന് പോലും പ്രവചിക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അപ്പം അങ്ങനെ മരിച്ചു പോവുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകാമെന്ന് വിചാരിക്കും. ഞാൻ എവിടെയായിരിക്കും എന്ന് 100% ബോധ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കും. അതായത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് അറിവല്ല, വിശ്വാസമൊന്നുമല്ല. അപ്പം ഞാൻ പറയാം, ഞാൻ ഇന്ന് മരിച്ചിട്ടുണ്ട്, ഇന്നിടത്താവും എന്നുള്ളൊരു വിശ്വാസമല്ല, അതെൻ്റെ വിശ്വാസമാണ്. വിശ്വാസം ചിലപ്പോൾ എല്ലാം ശരിയാവണം നിർബന്ധമില്ല. അതേസമയം ബോധ്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്, 100% ബോധ്യം. എനിക്കറിയാം, കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിക്കുന്നുണ്ട്, ഞാനത് അറിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനെയാണ് രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക എന്ന് ബൈബിളിൽ പറയുന്നത്. അത് ഞാൻ പറയുന്ന പോലെ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടോ പ്രാർത്ഥനകൾ പഠിച്ചത് കൊണ്ടോ കുമ്പസാരങ്ങൾ നോറ്റത് കൊണ്ടോ ഒന്നും ആവുന്നില്ല. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്, അതൊരു പ്രത്യേക നിയോഗമാണ്. അത് എല്ലാവരിലേക്കും എത്തണമെന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപ്പോൾ എൻ്റെ ശരീരം ഇവിടെ മരണപ്പെട്ടാലും എൻ്റെ കഴുത്ത് ഇവിടെ കണ്ടിച്ച് കളഞ്ഞാലും അടുത്ത സെക്കൻഡിൽ ഞാൻ എവിടെയായിരിക്കും എന്ന് എനിക്ക് 100%, ഈ 99.99 എന്നല്ല, 100% എനിക്ക് വിശ്വാസമല്ല, എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിന് ഒരു മാർഗമായിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ബൈബിൾ വായിക്കുക, അവിടെ നിങ്ങൾക്ക് അതിനുള്ള ആൻസറുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് അവന് ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ഏതു മനുഷ്യനും രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും ചോദിക്കും, ഞങ്ങളും ക്രിസ്ത്യാനികളല്ലേ, ഞങ്ങളും കർത്താവിൽ തന്നെയല്ലേ വിശ്വസിക്കുക. അതല്ല അതിൻ്റെ അർത്ഥം. അതായത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ രക്ഷയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രക്ഷ, ഒരു യാഗമാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പുരോഹിതന്മാരോ കുമ്പസാരങ്ങളോ വിശുദ്ധന്മാരോ ഒന്നുമില്ല. അതൊന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, ബൈബിളിലുള്ള കാര്യമേ അല്ല, അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു രക്ഷയിൽ വിശ്വസിച്ച് അവൻ ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണെന്ന് ചുമ്മാ വിശ്വസിച്ചാൽ പോരാ, 100% ഞാൻ വിശ്വസിച്ച്, കർത്താവെ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നീ ഒരേ ഒരു യാഗം ഈ ക്രൂശിൽ വന്ന് കഴിച്ചത്, ഞാൻ ആ യാഗത്തിൽ വിശ്വസിക്കുന്നു, നിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നു, നീ മരിച്ചു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്ന് 100% ആത്മാർത്ഥതയോടെ. ഇത് ചുമ്മാ ഞാൻ പറയുന്നത് കേട്ട് ഏറ്റു പറയരുത്, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. 100% വിശ്വസിച്ചുകൊണ്ട്, 100% ആഗ്രഹിച്ചുകൊണ്ട്, ഇനി എനിക്കൊരു മധ്യസ്ഥനോ ഒരു പുരോഹിതനോ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഞാനും നീയും തമ്മിൽ ഡീല്. അങ്ങനെയുള്ള രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വന്തമായിട്ട് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ വേറെ പുരോഹിതൻ്റെ അടുത്തോ ഒരു പള്ളിക്കാരൻ്റെ അടുത്തോ ഒരു മധ്യസ്ഥൻ്റെ അടുത്തോ പോവില്ല. കാരണം അവനും ദൈവവും തമ്മിൽ പിന്നെ ഡയറക്റ്റ് ഡീല്.
അല്ലെങ്കിൽ ഇടയിൽ മറ്റുള്ള ആളുകൾ ആവശ്യമില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ രാത്രി സമയത്ത് നിങ്ങൾ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ കാണുമ്പോൾ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്. കർത്താവ് ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകും, ഞാൻ നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ, ശരിക്കും എൻ്റെ മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് 100% ഉറപ്പില്ലെങ്കിൽ, 99.9% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും കേൾക്കണ്ട, 100% ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ നിവർത്തിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക. നിങ്ങളിങ്ങനെ പറയാം, 100% വിശ്വസിച്ചതുകൊണ്ട് തന്നെ പറയാം. അതായത് ചുമ്മാ ഒരു ഏറ്റുപറച്ചിലോ എൻ്റെ വാചകങ്ങൾ കേൾക്കുന്ന രീതിയിലോ പറയാതെ 100% വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, കർത്താവായ യേശുക്രിസ്തുവേ, നീ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ ഒന്നും പറയണ്ട, എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. എന്നെ നിൻ്റെ മകനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ മേൽ നീ കർത്തൃത്വം നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഭാഷയിൽ 100% ആത്മാർത്ഥതയോടുകൂടി 100% വിശ്വാസത്തോടുകൂടി നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്കിക്കേ. ആ സെക്കൻഡുകൾക്കുള്ളിൽ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സാധനം, ഒരു ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമില്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ഫീലിംഗ് ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് യാതൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരാൾ നിങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരാൾ നിങ്ങളെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കും. മരിച്ചു വീണാലും കുഴപ്പമില്ലടോ, ചത്തുപോയാലും കുഴപ്പമില്ലടോ, സെക്കൻഡ് അടുത്തത് എന്താണെന്നുള്ള കൃത്യമായ ക്ലാരിറ്റി മൈൻഡിലുണ്ടാവും. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് പരീക്ഷണമല്ല ചെയ്യേണ്ടത്, പരീക്ഷ നോക്കുകയല്ല ചെയ്യേണ്ടത്. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമകനായിട്ട് തീരും. ഞാൻ പറഞ്ഞ പോലെ കർത്താവായ യേശുക്രിസ്തു ഈ സ്വന്തം സഭയെ ചേർക്കുന്ന ഒരു കാലഘട്ടത്തിൽ സുരക്ഷിതരായിട്ട് ദൈവം നിങ്ങളെ ചേർത്ത് അവൻ്റെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കും. അതിന് നിങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.